ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അഫിലിയേറ്റ് മാർക്കറ്റിങ്ങിനെ പറ്റിയാണ്. എന്താണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ്? എങ്ങനെ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്യാം? എങ്ങനെ അഫിലിയേറ്റ് മാർക്കറ്റിങ്ങിലൂടെ പൈസ ജനറേറ്റ് ചെയ്യാം എന്നുള്ള വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. എല്ലാവർക്കും അറിയാമായിരിക്കും എന്താണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന്. അത് നമ്മൾ ഡ്രോപ്പ് ഷിപ്പിംഗ് പോലെ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. കാര്യം നമ്മൾ ഒരു പ്രോഡക്റ്റ് ഫിസിക്കലായിട്ട് ഹാൻഡിൽ ചെയ്യാതെ, അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റ് ത്രൂ, അല്ലെങ്കിൽ ഒരു വാട്സപ്പ് ചാനൽ ത്രൂ ഒരു പ്രൊഡക്റ്റിനെ നമ്മൾ സെല്ല് ചെയ്യുന്നതിനാണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ എന്താ പറയുക, ലൈക്ക് ഈ ഒരു എക്സാമ്പിൾ പറയാം. നമ്മൾ ആമസോണിൽ നമുക്കൊരു അഫിലിയേറ്റ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുക. അപ്പോൾ അതിൽ നമുക്ക് ഒരുപാട് പ്രൊഡക്ട്സ് ഉണ്ട്. അതിൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പ്രൊഡക്റ്റിനെ എടുത്തിട്ട് നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിന് വേണമെങ്കിൽ ഷെയർ ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ വേറെ ഇപ്പോൾ പറഞ്ഞ പോലെ ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് അത് ത്രൂ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ പ്രൊഡക്റ്റ് സെല്ല് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ സെല്ല് ചെയ്യുന്ന ഓരോ പ്രൊഡക്റ്റിനും ആമസോണിൻ്റെ ഭാഗത്തുനിന്ന് ഒരു കമ്മീഷൻ നമുക്ക് കിട്ടും. അതിനെയാണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ഡ്രോപ്പ് ഷിപ്പിംഗ് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡ്രോപ്പ് ഷിപ്പിംഗിൽ എന്താണോ നമുക്ക് കിട്ടേണ്ട ഒരു മാർജിൻ എന്ന് പറയുന്നത് നമ്മൾ തീരുമാനിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ആ സ്ഥാനത്ത് അഫിലിയേറ്റ് മാർക്കറ്റിംഗിൽ അങ്ങനെയല്ല. ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് സെല്ല് ചെയ്യുമ്പോഴത്തേക്ക്, ഇപ്പോൾ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു എക്സാമ്പിൾ ഒരു ഫോൺ സെല്ല് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. നമ്മളൊരു 10,000 രൂപയുടെ ഒരു ഫോൺ സെല്ല് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്കതിൽ ആമസോൺ നിശ്ചയിച്ചൊരു കമ്മീഷൻ മാത്രമേ കിട്ടുള്ളൂ. അതായത് 2% കമ്മീഷൻ, അല്ലെങ്കിൽ 3% കമ്മീഷൻ, അങ്ങനെയൊക്കെയാണ്. ഓരോ പ്രൊഡക്റ്റ് കാറ്റഗറിക്ക് ഓരോ ലെവൽ ഓഫ് കമ്മീഷൻസ് ആണുള്ളത്. അപ്പം അതാണ് ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, ഒരു അഫിലിയേറ്റ് മാർക്കറ്റിംഗും ഡ്രോപ്പ് ഷിപ്പിംഗും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ നമുക്ക് എങ്ങനെ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്യാമെന്ന് നോക്കാം. കാര്യം അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് കുറച്ചുകൂടി എളുപ്പമാണ്. പക്ഷേ നിങ്ങൾ കുറച്ച് വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിപ്പം ആമസോണിൻ്റെ അഫിലിയേറ്റ് മാർക്കറ്റ് വേണമെന്നുണ്ടെങ്കിൽ എടുക്കാം. അപ്പോൾ ആമസോണിൻ്റെ അഫിലിയേറ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഗൂഗിളിൽ പോയിട്ട് ആമസോൺ അഫിലിയേറ്റ് എന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഫസ്റ്റ് ലിങ്ക് കിട്ടുന്നതാണ്. അത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ആമസോണിൻ്റെ അഫിലിയേറ്റ് എടുക്കുന്നതെന്ന്. അപ്പോൾ ആമസോണിൻ്റെ അഫിലിയേറ്റ് എടുക്കുന്നതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ജസ്റ്റ് ഇപ്പം കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ സ്ക്രീനിൽ കാണിച്ചു തരുന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഫ്ലിപ്കാർട്ടിൻ്റെ അഫിലിയേറ്റ് പ്ലാൻ എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പല പല വെബ്സൈറ്റുകളിലെ അഫിലിയേറ്റ് പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. പക്ഷേ അഫിലിയേറ്റ് ഈ പറഞ്ഞ പോലെ പ്രൊഡക്റ്റ് സെല്ലിങ്ങിൽ മാത്രമല്ല, സർവീസ് സെല്ല് ചെയ്യുന്നതിലും ഉണ്ട് അഫിലിയേറ്റ് മാർക്കറ്റിംഗ്. അതിപ്പോൾ പറയുന്നത് എന്താ പറയുക, പോളിസി ബസാറുകളൊക്കെ പോലുള്ള വെബ്സൈറ്റുകളിൽ നമുക്ക് ഇൻഷുറൻസ് പോളിസി, അല്ലെങ്കിൽ ലോണിൻ്റെ ലീഡ് കാര്യങ്ങളൊക്കെ ജനറേറ്റ് ചെയ്യും. ഇതിനെല്ലാം നമുക്ക് ഒരു കമ്മീഷൻ ജനറേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇതിനെപ്പറ്റി അറിയാൻ വേണ്ടി നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കി വെച്ചാൽ മതി. ഇൻഷുറൻസ് സെല്ല് ചെയ്യുന്നതിനാണെങ്കിൽ എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് വേണ്ടി ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നമ്മൾ ഇന്ന് വീഡിയോയിൽ നമുക്ക് ആമസോണിൽ ഒരു അഫിലിയേറ്റ് അക്കൗണ്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. അതുപോലെ ആ പ്രൊഡക്റ്റ് ലിങ്ക് എങ്ങനെ എടുക്കാമെന്ന് നോക്കാം. ആ പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് എങ്ങനെ നമ്മൾ ഷെയർ ചെയ്യാൻ നോക്കാം. ഷെയർ ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ ഷെയർ ചെയ്യാം. ഷെയർ ചെയ്തിട്ട് നിങ്ങളിപ്പോൾ ഫ്രണ്ട്സിനാണ് അയച്ചു കൊടുക്കുന്നതെങ്കിൽ ഫ്രണ്ട്സ് പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു കമ്മീഷൻ നമ്മുടെ ആമസോണിൻ്റെ ഡാഷ്ബോർഡിൽ വരുന്നതാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ജസ്റ്റ് ആമസോണിൻ്റെ വെബ്സൈറ്റിലേക്ക് പോയിട്ട് നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് ആമസോണിൻ്റെ ഒരു അഫിലിയേറ്റ് പ്രോഗ്രാമിൽ എങ്ങനെ ജോയിൻ ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് നമ്മുടെ ലാപ്ടോപ്പിൽ പോവുക, അല്ലെങ്കിൽ നമ്മുടെ മൊബൈലിൽ എടുക്കുക. എന്നിട്ട് വെബ് ബ്രൗസർ എടുത്തിട്ട് അതിൽ നമ്മൾ ജസ്റ്റ് ഗൂഗിളിൽ പോയിട്ട് നമ്മൾ എന്താണ് ആമസോൺ അഫിലിയേറ്റ് പ്രോഗ്രാം ഇന്ത്യ എന്ന് ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം അതിൽ ഫസ്റ്റ് ഒരു ലിങ്ക് വരും, അത് നമ്മൾ സെലക്ട് ചെയ്യണം. അപ്പോൾ ഓൾറെഡി എനിക്കൊരു അഫിലിയേറ്റ് അക്കൗണ്ട് നേരത്തെ ഉണ്ടായിരുന്നു, അത് പോയിട്ടുണ്ട്. കാര്യം കുറേ നാൾ യൂസ് ചെയ്തിരുന്നപ്പോഴത്തേക്ക് അത് പോയതാണ്. അപ്പോൾ ഇനി നമ്മൾ വീണ്ടും നമ്മൾ ജോയിൻ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഇവിടെ ഒന്നെങ്കിൽ ജോയിൻ നൗ ഫോർ ഫ്രീ കൊടുക്കുക, അല്ലെങ്കിൽ ഇവിടെ സൈനപ്പ് കൊടുക്കുക. ഞാൻ ഇവിടെ സൈനപ്പ് കൊടുക്കുകയാണ്. സൈനപ്പ് കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ വെബ്സൈറ്റ് അവർ ചോദിക്കുന്നുണ്ട്. ഇവിടെ ആദ്യം അക്കൗണ്ട് ഇൻഫർമേഷൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് ആദ്യം കൊടുക്കണം. അതിനുശേഷം നമ്മൾ വെബ്സൈറ്റ് ചോദിക്കുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഇവിടെ നമ്മുടെ വൺ ജോബ് ഗൾഫിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത വെബ്സൈറ്റിൻ്റെ ഡീറ്റെയിൽസ് ജസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ജസ്റ്റ് ഒരു ഇതിന് വേണ്ടിയിട്ട് കൊടുത്തതേ ഉള്ളൂ. അതിനുശേഷം നമ്മളിവിടെ നെക്സ്റ്റ് അടിക്കുന്നുണ്ട്. അതിനുശേഷം പ്രിഫേർഡ് സ്റ്റോർ ഐ ഡി ചോദിക്കുന്നുണ്ട്. അതിൽ എൻ്റെ പേര് തന്നെ ഞാൻ കൊടുക്കാം. നിങ്ങൾക്ക് വേറെ എന്ത് വേണമെങ്കിലും കൊടുക്കാം കേട്ടോ, നിങ്ങളുടെ ഇഷ്ടമാണ്. സ്റ്റോറിന് വേറെ എന്തെങ്കിലും പേരുണ്ടെങ്കിൽ അതനുസരിച്ച് കൊടുക്കാം. പിന്നെ നമ്മുടെ വെബ്സൈറ്റിനെ പറ്റിയിട്ടോ ആപ്സിൻ്റെ മൊബൈൽ ആപ്സിനെ പറ്റിയിട്ടോ ഒക്കെ ചോദിക്കുന്നുണ്ട്. കാര്യം എന്താ വെച്ചാൽ മൊബൈൽ ആപ്പിൽ കൂടെ നമുക്ക് സെല്ല് ചെയ്യണമെങ്കിൽ അങ്ങനെ സെല്ല് ചെയ്യാം, വെബ്സൈറ്റിൽ കൂടെ സെല്ല് ചെയ്യണമെങ്കിൽ നമുക്ക് അങ്ങനെ സെല്ല് ചെയ്യാം. ഏത് രീതിയിൽ വേണമെങ്കിലും സെല്ല് ചെയ്യാം. അപ്പം ഇവിടെ നമ്മൾ ജസ്റ്റ് വെബ്സൈറ്റിനെ പറ്റി കൊടുക്കുകയാണ്. വെബ്സൈറ്റ് റിലേറ്റഡ് ടു ജോബ്സ് ആൻഡ് ഇൻ്റർവ്യൂസ് എന്ന് ജസ്റ്റ് കൊടുക്കുകയാണ്. ഇതെല്ലാം ശരിക്കും നിങ്ങൾ എന്താണ് പ്രോപ്പറായിട്ട് ചെയ്യുന്നത് അതിനെപ്പറ്റിയാണ് കൊടുക്കേണ്ടത്. അതിനുശേഷം ഇവിടെ എന്താണ് ചോദിക്കുന്നത്, ബ്ലോഗാണോ അതോ കോണ്ടൻറ്റ് വെബ്സൈറ്റ് ആണോ, എന്താണ് നമ്മുടെ ഈ ഒരു വെബ്സൈറ്റിൻ്റെ ഒരു നേച്ചർ എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു കോണ്ടൻറ്റ് വെബ്സൈറ്റിൽ നിന്ന് കൊടുക്കുകയാണ്. പിന്നെ എവിടെ നിന്നാണ് നമ്മൾ അവർ ഈ ആമസോൺ അഫിലിയേറ്റ് പ്രോഗ്രാമിനെ പറ്റി കേട്ടതെന്ന് അവർ ചോദിക്കുന്നത്. ഫ്രം ദ ആമസോൺ വെബ്സൈറ്റ് നമ്മൾ കൊടുക്കുന്നു. അതിനുശേഷം നമുക്കിവിടെ ഒരു ക്യാപ്ച ഉണ്ട്. ഇത് കൊടുത്തിട്ട് ഇവിടെ ഒരു ഐ എഗ്രി എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് കൊടുത്തിട്ട് നമ്മൾ ഫിനിഷ് ചെയ്യാണ്. അത് കഴിയുമ്പോഴത്തേക്ക് ഓൾറെഡി നമ്മുടെ ആമസോൺ അഫിലിയേറ്റ് ഓൾറെഡി ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ പേയ്മെൻറ്റ് ഇൻഫർമേഷൻ ആഡ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നുണ്ട്. അത് നമ്മളിപ്പോൾ തൽക്കാലം കൊടുക്കുന്നില്ല, ലേറ്റർ കൊടുക്കാം. നിങ്ങൾക്ക് പിന്നീട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് ലേറ്റർ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും നേരെ നമുക്ക് നമ്മുടെ ആമസോണിൻ്റെ അഫിലിയേറ്റിൻ്റെ ഒരു വെബ്സൈറ്റ് ഉണ്ട്, ഡാഷ്ബോർഡ് ഉണ്ട്. ഇതിലേക്കാണ് നമുക്കിവിടെ പോകുന്നത്. ഇവിടെ നമുക്ക് കാണാം കുറേ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ ഏണിങ്സ് കാര്യങ്ങളെല്ലാം ഇവിടെ കാണിക്കും. അതുപോലെ തന്നെ ടുഡേയ്സ് ഡീല് കാര്യങ്ങൾ, അങ്ങനെ എല്ലാ കാര്യങ്ങളും കാണിക്കും.
അപ്പോൾ ഇനി നമുക്ക് ഇതിൽ ലൈക്ക് നമ്മുടെ വെബ്സൈറ്റിൽ ഈ പറഞ്ഞ ആമസോണിൻ്റെ വെബ്സൈറ്റിൽ നിന്ന് ഒരു പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് എങ്ങനെ എടുക്കണമെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതെടുത്തിട്ട് വേണം നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ആമസോണിൻ്റെ വെബ്സൈറ്റിൽ പോവുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണുമ്പോഴത്തേക്ക് ഇവിടെ വേറെ ഓപ്ഷൻസ് ഒന്നും ഇല്ല, അതായത് ലിങ്ക് എടുക്കാൻ വേണ്ടിയിട്ട് വേറെ ഓപ്ഷൻസ് ഒന്നും ഇല്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് റീഫ്രഷ് ചെയ്യുകയാണ്. ഇപ്പോൾ റീഫ്രഷ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇവിടെ നിങ്ങൾക്ക് കാണാം ഇൻഫ്ലുവൻസേഴ്സ് ആൻഡ് അസോസിയേറ്റ്സ് സൈറ്റ് സ്ട്രൈപ്പ് എന്നും പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് ഇവിടെ നിന്ന് പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഏരിയയിൽ നിന്നാണ് നമ്മൾ ലിങ്ക് എടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ജസ്റ്റ് ഒരു ഐറ്റം സെലക്ട് ചെയ്യാണ്. ഇപ്പോൾ ഐറ്റം സെലക്ട് ചെയ്തിട്ടുണ്ട്. ഐറ്റം സെലക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇപ്പോൾ കറൻറ്റ് അൺഅവൈലബിൾ ആണ്. നമുക്ക് വേറെ എന്തെങ്കിലും ഉള്ള എന്തെങ്കിലും ഐറ്റം ചൂസ് ചെയ്യാം. ഒരു മിനിറ്റ്. ഓക്കെ, ഈ ഒരു ഐറ്റം, ഈ ഒരു വാഷിംഗ് മെഷീൻ അവൈലബിൾ ആയിട്ടുണ്ട്. വാഷിംഗ് മെഷീൻ അല്ല, ഡിഷ് വാഷറാണ്. ഇത് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് എടുക്കണം. അപ്പോൾ ഇതിൻ്റെ കമ്മീഷൻ കാര്യങ്ങളൊക്കെ ലാർജ് അപ്ലയൻസസ് ആണ്. ഇതിൻ്റെ കമ്മീഷൻ റേറ്റ് എന്ന് പറഞ്ഞാൽ 3.5% ആണ്. അത് നമുക്ക് ഇവിടെ നിന്ന് വേണമെന്നുണ്ടെങ്കിൽ ലിങ്ക് എടുക്കാം. ഇവിടെ ഗെറ്റ് ലിങ്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ ലിങ്ക് ജനറേറ്റ് ആവും. ഇതൊരു ഷോർട്ട് ലിങ്കാണ്. ഈ ലിങ്ക് നിങ്ങൾ ആർക്ക് ഷെയർ ചെയ്ത് കൊടുത്ത് അവർ പർച്ചേസ് ചെയ്താലും ഈ ഡിഷ് വാഷറിൻ്റെ ടോട്ടൽ പ്രൈസ് ആയിട്ടുള്ള 21,990 റുപ്പീസിൻ്റെ 3.5% നിങ്ങൾക്ക് കമ്മീഷനായിട്ട് കിട്ടുന്നതാണ്. ഇങ്ങനെ നിങ്ങൾക്ക് ഏത് പ്രൊഡക്ട്സ് ആണെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ 3.5 ആണ്. അപ്പോൾ നമുക്ക് വേറെ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് നമുക്ക് നോക്കാം. ലൈക്ക് എന്താ പറയുക, ഇതൊരു ഹെഡ്ഫോണാണ്. ഹെഡ്ഫോണിന് എന്താ പെർസെൻറ്റേജ് നോക്കാം. കമ്പ്യൂട്ടേഴ്സ് അതിനും 3.5% കാണിക്കുന്നുണ്ട്. നമുക്ക് വേറെ എന്തെങ്കിലും നമുക്ക് നോക്കാം. വേറെ എന്തെങ്കിലും ഒരു ഐറ്റം നോക്കാം. എ സി നോക്കാം. എ സിക്കും 3.5 ആണ്. ഇതിനെല്ലാം 3.5 തന്നെ വരുന്നുണ്ട്. നമുക്ക് വേറെ ഇപ്പം ബ്യൂട്ടി പ്രൊഡക്ട്സ് ആയിട്ടുള്ള ഐറ്റംസിൻ്റെയൊക്കെ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് എടുക്കാം. ഇതിന് 5% കമ്മീഷൻ വരുന്നുണ്ട്. ഈ ഒരു പ്രൊഡക്റ്റിന് 5% കമ്മീഷൻ വരുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഓരോരോ സാധനങ്ങൾക്കും നിങ്ങൾക്ക് കമ്മീഷൻ നമുക്ക് നോക്കാം. ഡ്രസ്സിന് വരെ കമ്മീഷൻ ഉണ്ട്. ഡ്രസ്സൊക്കെ അതേ 5% കമ്മീഷൻ വരുന്നുണ്ട്. നമുക്ക് ഏതെങ്കിലും ഒരു മൊബൈൽ അടിച്ച് നോക്കാം. ലൈക്ക് മൊബൈൽസ് ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുത്ത് നോക്കാം. മൊബൈൽ ഫോൺസിൻ്റെ കമ്മീഷൻസ് ഒക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിപ്പം iPhone 6e ആണ് പുതിയതായിട്ട് ഇറങ്ങിയത്. 16e ആണ് പുതിയതായിട്ട് ഇറങ്ങിയത്. അതിന് 1% കമ്മീഷനുള്ള ഫോണുകൾക്കൊക്കെ ഇച്ചിരി കമ്മീഷൻ കുറവാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി എല്ലാവരും പെട്ടെന്ന് മേടിക്കുന്ന ഒരു സാധനം ആയതുകൊണ്ട് കമ്മീഷൻ കുറവാണ്. 1% ഒക്കെ ഉള്ളൂ കമ്മീഷൻ വരുന്നത്. അതുപോലെ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രൊഡക്റ്റ് എടുത്തിട്ട് ലിങ്ക് ഇവിടെ ഗെറ്റ് ലിങ്ക് കൊടുത്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് നിങ്ങളുടെ ഫ്രണ്ട്സും അങ്ങനെ ഫാമിലിയൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാവുന്നതാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഫ്രണ്ട്സിലും ഫാമിലിക്കൊക്കെ ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലും പ്രൊഡക്ട്സ് മേടിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ വെബ്സൈറ്റിൽ നിന്നും അതായത് നിങ്ങളുടെ ആമസോണിൻ്റെ അഫിലിയേറ്റിൽ നിന്ന് ലിങ്ക് ഷെയർ ചെയ്ത് അവർ പർച്ചേസ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് കമ്മീഷൻ കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഷെയർ ചെയ്ത് കമ്മീഷനൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണമെന്ന് ഞാൻ പറയുകയാണ്. ഇപ്പം നിങ്ങൾ മാക്സിമം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഇനി ഇതുപോലുള്ള നല്ല നല്ല കണ്ടൻസിന് വേണ്ടിയിട്ട് ഫോളോ ചെയ്തിരിക്കുക. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.